പണിപ്പുര ടാസ്ക് തുടങ്ങാൻ പോകുന്നു. അനുമോൾ വിൻഡോയിൽ കൂടെ നോക്കിക്കൊണ്ട് വിളിച്ച് പറയുന്നത്, ഹായ് പണിപ്പുര ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും സാബുമോൻ പറയുന്നത്? ദീപാവലി അല്ലേ, ചിലപ്പോൾ പടക്കമായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നത്. അപ്പം നിവിൻ അന്നേരം തന്നെ പറയുന്നു, അനുമോളുടെ സന്തോഷം കണ്ടിട്ടായിരിക്കണം നിവിൻ പറയുന്നത്, പണിപ്പുര ടാസ്ക് ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇറങ്ങിയാലല്ലേ ഉള്ളെന്ന്. അത് അനുമോൾ കേട്ട് പുറത്ത് എല്ലാവരും കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അനുമോൾ വിളിച്ച് പറയുന്നത്, അവൻ അകത്ത് കയറി ഇറങ്ങത്തില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞത്. അതൊന്നുമില്ല, ഇറങ്ങുമെന്ന് അക്ബർ പറയുന്നത്. അങ്ങനെ ഇവർ 3 പേരൂടെ കയറുകയാണ്. ആര്യൻ കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഓരോ സാധനങ്ങൾ എടുക്കുന്നത്. അതേപോലെ അക്ബർ നന്നായിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നിവിൻ മാത്രം ചുമ്മാതെ ജസ്റ്റ് ബുക്ക് മറിച്ച് നോക്കി നിന്നിട്ട് അവസാന സമയം 13 സെക്കൻഡ് ഉള്ളപ്പോൾ നിവിനെ വിളിച്ചിട്ട് നിവിൻ വരാതെ അവിടെ കിടക്കുന്ന കണക്കൊക്കെ കാണിച്ചു. അക്ബറും ആര്യനും പറയുന്നത്, എടാ വാട സമയം പോകുന്നു. അപ്പം നിവിന് മനസ്സിലെ നിവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ്, പണി കിട്ടുന്ന നിവിന് തന്നെ അറിയാം. അങ്ങനെ നിവിൻ ഇറങ്ങി പുറത്ത് വന്ന കറക്റ്റ് ടൈമിൽ ഇവർ പുറത്ത് വന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നിവിൻ പുറത്തിറങ്ങി കറക്റ്റ് ടൈമിൽ വന്നു. അപ്പം സാബുമോൻ പറയുന്നു, കറക്റ്റ് ഷാർപ്പ് ടൈമിൽ വന്നെന്ന് പറയുന്നു. അപ്പോൾ ഇവരിവിടെ നിന്നുണ്ട് ഓരോ സാധനങ്ങൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. അവർ ഓരോന്ന് വിളിച്ച് പറയുന്നത് അതിൻ്റെ പോയിൻറ്റുകൾ പറയുന്നു. അപ്പം അത് 450, ഇത് 350 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്നുണ്ട് അനുമോളും ആദിലയും കൂടെ പറയുന്നു, അത് വേണ്ട, അത് വേണം. അനീഷും പറയുന്നുണ്ട്, അത് വേണം, അതെടുക്ക്. അങ്ങനെ അവർ പറയുന്നതൊക്കെ വേണ്ടാന്നും വേണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ എടുത്തു കഴിഞ്ഞോ, നിങ്ങൾ തീരുമാനമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അക്ബർ അവരെടുത്ത സാധനങ്ങളെല്ലാം അവർ 3 പേരോടെ കൂട്ടിക്കഴിഞ്ഞിട്ട് അവർ ഓരോന്നായിട്ട് ബിഗ് ബോസിനോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് അവരുടെ തൂക്കം കറക്റ്റ്, അവരുടെ എണ്ണങ്ങളും അവരെടുത്ത സാധനങ്ങളും അതിൻ്റെ എത്ര പോയിൻ്റ് ആണെന്നുള്ളതും അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരെല്ലാ സാധനങ്ങളുടെയും എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരുന്നിട്ട് ബിഗ് ബോസ് അവസാനം പറഞ്ഞ്, 1800 പോയിൻ്റാണ് നിങ്ങളുടേത്, നിങ്ങളെടുത്ത പോയിൻ്റ് 1750, വെറും 50 പോയിൻ്റ് മാത്രമേ നിങ്ങൾ കളഞ്ഞോളൂ എന്ന് പറയുന്നു. കൺഗ്രാജുലേഷൻ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നു 50 പോയിൻ്റ് പോയോളൂ എന്നുള്ളത്. അനീഷും ഷാനവാസും സാബുമോനും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.